എൻ്റെ നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇരുന്നലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു പാറ ഉണ്ട്. ആ പാറ കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ, കിടിലം വ്യൂവാ. കിടിലെന്ന് വെച്ചാൽ വേറെ തന്നെ ഒരു വൈബാണിത്. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, അതിൻ്റെ മണ്ടയിൽ അമ്പലമുണ്ട്, താഴെ അമ്പലമുണ്ട്. ഭയങ്കര നൈസാണ്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ മാപ്പിട്ട് നേരെ പോരെ. ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇപ്പോൾ ഈ പാറയുടെ മുകളിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇതാണ് ആനപ്പാറ. പിന്നെ ആ ഭാഗല്ലേ, അവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ട്രെയിനൊക്കെ പോകുന്നത് കാണാം. രാത്രി വന്നിട്ടുണ്ടെങ്കിൽ നൈറ്റ് വന്നാൽ നൈസായിട്ട് കാണാം. ആ ട്രെയിനിൻ്റെ വെളിച്ചം കറക്റ്റായിട്ട് കിട്ടും. കാരണം ഫുള്ളി ഇരുട്ടാണ്ട് ആ ഭാഗത്ത്. അപ്പോൾ കറക്റ്റ് ട്രെയിൻ പോകുമ്പോൾ ഭയങ്കര നൈസാണ് കാണാൻ. അമ്പലം കാണിച്ചു കേട്ടോ, മുനിയറ കാണിച്ചു തരാം. എളുപ്പത്തിൽ നമ്മൾ ട്രങ്ക് കളിക്കില്ലേ, ബോള് കല്ലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ബോൾ എറിഞ്ഞിട്ട് ആ ഒരു സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണത്. കാണിച്ചു തരാം. എന്താ ഇവിടെ ഉണ്ട്, കുറേ ഉണ്ട്. അവിടെ ഫുള്ള് തന്നെയാണ് സെറ്റ് ചെയ്തേക്കണത്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ മുനിയറ അല്ലേ, മുനിയറയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ദിസ് ഇസ് മുനിയറ. അതിൻ്റെ അപ്പുറത്തും ഉണ്ട്, അവിടെയുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. എങ്ങനെയുണ്ട്? ഇനി താഴെ എത്തിയിട്ട് ഞാൻ താഴത്തെ മെയിൻ അമ്പലം കാണിച്ചു തരാം. ആ കാണുന്നത് ഗ്രൗണ്ട് ആട്ടോ. ഈ പാറയുടെ ഈ സൈഡിലൊക്കെ ഇരുന്നിട്ട് കളി കാണാൻ ഭയങ്കര നൈസാണ്. ഒരുപാട് ടൂർണമെൻറ്റും കളികളൊക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണിത്. മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടിലനെ ആ വെള്ളമൊക്കെ ഒലിച്ച് വന്നിട്ട് അത് വേറെ ഫീലാണ്. ഇപ്പോൾ സമ്മറിൽ വന്നാലും വേറെ ഫീലാണ്. അങ്ങനെയൊക്കെയാണ്. ഇനി താഴെ പോട്ടെ, താഴെത്തിട്ട് കാണിച്ചു തരാം. അതാണ് കീഴ്ക്കാവ്. കീഴ്ക്കാവ് സ്റ്റെപ്പ് കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ താഴെയായിട്ട് ചെറിയൊരു അമ്പലമുണ്ട്, അവിടെയും വരാം. ഇതാണ് ആ കീഴ്ക്കാവ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ മുകളിലാണ് മെയിൻ അമ്പലം. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. ഓക്കെ, ശ്രീരന്തനംകോട് മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ രാവിലെ ഉണ്ട്, ഉച്ചയ്ക്കുണ്ട് ഫുഡ്. ഇവിടെയാണ് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.